ചെയ്യുവാടാ കള്ള നീയ? ഇവിടെ എന്നാ ചെയ്യുവാടാ കള്ള നീയ? ചക്കി ചേച്ചിയുടെ കണ്ണ് തെറ്റി ചക്കി ചേച്ചിയുടെ റൂമിലോട്ട് ഓടി കയറുന്നേ. നമുക്ക് എല്ലാവരോടും വീഡിയോക്ക് ഒരു സ്വാഗതം പറഞ്ഞാലോ? പറയാം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എക്സിക്യൂട്ടീവുണ്ടായിട്ട് ഇപ്പം ആദ്യമായിട്ടാട്ടോ അവന് ജലദോഷം പിടിക്കുന്നത്. അപ്പം ഇതുവരെ അങ്ങനെ നമ്മൾ ജലദോഷം ഫേസ് ചെയ്തിട്ടില്ല. പനിക്കുന്നില്ല, ജലദോഷം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിഫയർ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങണം. നമ്മൾ തുടങ്ങിയായിരുന്നു. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ രാത്രിയിൽ 0 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാടാ പിരിവിരിപ്പാ. അപ്പം തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹ്യൂമിഡിഫയർ വെച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറയാൻ തുടങ്ങും. ആവി പിടിപ്പിക്കാൻ പെടുന്ന കഷ്ടപ്പാട്. ആവി താഴേന്ന് വരുന്നുണ്ട്. ഇങ്ങനെ ബ്ലാങ്കറ്റ് വെച്ച് പപ്പയും അമ്മയും മാറി മാറി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ യശക്കുട്ടാ, ആവി പിടിച്ചു വേണോ? ബെൽറ്റ് ഇട്ട് സേഫായിട്ട് ഇരുത്തേക്കും. അല്ലെങ്കിൽ പുള്ളി അതിൽ പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണല്ലോ. അതുകൊണ്ട് കൈ കിട്ടുന്ന ഓരോരോ സാധനങ്ങളും മുന്നിൽ വെച്ച് കൊടുത്ത് കുറച്ച് നേരം എൻഗേജ്ഡായിട്ട് ഇരുത്തണം. ചെറിയ പിള്ളേരെ വോക്കർ അങ്ങനെ അധികം നമ്മൾ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മളെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന, അതായത് കൈമാറി എടുക്കാൻ വേറെ ആരും ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേരെ എൻഗേജ്ഡ് ആക്കാനായിട്ട്. ഇവൻ ഫുൾ ടൈം ഇതിലല്ല കേട്ടോ നടക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിന് നമുക്ക് ഫുൾ ടൈം അവനെ അങ്ങനെ ബെൽറ്റ് ഇട്ട് ഇരുത്താൻ പറ്റില്ല. അവൻ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ അതിൽ നമ്മൾ ഇരുത്താറുള്ളൂ. പിന്നെ ഇപ്പം എനിക്ക് ആ നേരത്തെ പെട്ടെന്ന് എന്തെങ്കിലും അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം വരുമ്പോൾ താഴെ വിടാൻ പറ്റില്ല. പുള്ളി ഓടിപ്പോയി അത് വലിച്ചു കടിക്കുന്നു, ഇത് വലിച്ചു കടിക്കുന്നു, കൈ കിട്ടുന്ന എല്ലായിടത്തും തിന്നുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവനെ കുറച്ച് നേരം അവൻ അവൻ്റെതായ ഒരു രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട്. വീഴാനുള്ള സാധ്യതകൾ കുറവാണ്. കണ്ണിക്കണ്ടൊന്നും പോയി പുള്ളി തന്നെ എടുത്ത് നിലത്തുനിന്നെടുത്ത് തിന്നില്ല. അപ്പൊ ഒത്തിരി നേരം നമ്മൾ ഇരുത്താറില്ല. സേഫായിട്ടൊരു ഓപ്ഷൻ, അതായത് കുറച്ച് നേരത്തേക്ക് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് അവന് തന്നെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ, അവന് അപകടങ്ങളൊന്നും പറ്റാതെ ഒരു സേഫ് ഓപ്ഷൻ എന്നുള്ള പോലെയാണ്. നമ്മൾ പുറത്തേക്ക് ഇടുന്നില്ല. പിന്നെ നമുക്ക് സ്റ്റേഴ്സ് ഒന്നും ഇടിയില്ലല്ലോ. അപ്പോൾ കൊച്ചു വീഴും എന്നുള്ള അല്ലെങ്കിൽ ഈ സാധനം ഉരുണ്ടങ്ങ് പോകും അങ്ങനത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. സേഫായിട്ടുള്ള ഇതിൽ ഇത്ര അടുത്ത് മാത്രമേ അവർ ഉരുട്ടി അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു നിമിഷത്തേക്ക് ഒന്ന് മാറ്റണമെങ്കിൽ ഇത് ഓക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കോൺബെറി പറിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് പിള്ളേർ വരുമ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൂബെറി പറിക്കാൻ ഇതാണ് സമയം കിട്ടിയില്ലല്ലോ. ബ്ലൂബെറിയാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. പക്ഷെ അത് പറിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ലിങ്കോൺബെറി ബെറിയായിട്ട് പിള്ളേർക്ക് ഇഷ്ടമില്ല. ജോൺകുട്ടിക്ക് ഇഷ്ടമാട്ടോ. ജാം ഉണ്ടാക്കും, അതുപോലെ ജ്യൂസ് ഉണ്ടാക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറിജിന് കൊടുത്ത് അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിക്കും. പിന്നെ മഞ്ഞപ്പൂറോ എന്ന് പറയും, അതായത് നമ്മൾ ഈ റവയില്ലേ, ആ റവയ്ക്കകത്തേക്ക് ഇതും കൂടി ഇട്ട് മെൽറ്റ് ചെയ്തിട്ട് പൊറിജ് ഉണ്ടാക്കും. പല സാധനം ഉണ്ടാക്കും. പക്ഷെ ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടാക്കണേ, ഈ ലിങ്കൺബെറിക്ക് ചെറിയൊരു കയ്പുണ്ട്. അതിന്റെ ആ അകത്ത് സംഭവത്തിന് ചെറിയൊരു കയ്പ്, പുറത്ത് ഭയങ്കര മധുരവും കയ്പും കൂടെയുള്ളൊരു മിക്സ് ചെയ്ത ഒരു ടേസ്റ്റാണ് ആ ബെറിക്ക്. അതുകൊണ്ട് അധികം പേര് അങ്ങനെ അത് ചൂസ് ചെയ്യില്ല. എല്ലാവരും തന്നെ നേരെ ജാം ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് അതുകൊണ്ടൊരു വെറൈറ്റി സാധനം, ഒരു ഡെസേർട്ട് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വാക്കും പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ അവൻ പോയിട്ട് ആ വാക്കും ക്ലീനറൊക്കെ വലിച്ചു കുറയ്ക്കേണ്ടതാണ്. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് പുള്ളി ലോക്കാണ്. പിന്നെ കാലിങ്ങനെ തൂങ്ങി നിൽക്കരുതെന്നാണ്. അവർക്ക് കാൽപാദം തറയിൽ വെക്കാൻ പറ്റണം. അവന്റെ കാല് കറക്റ്റ് കാൽപാദം തറയിൽ വെക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നാരങ്ങാച്ചാർ ഇടാൻ ഇവിടെ വലിയ പാടൊന്നുമില്ല കേട്ടോ. നാരങ്ങ ഒരു 5-6 നാരങ്ങ കൂട്ടിയിട്ട്, കറിനാരങ്ങ ഉണ്ടല്ലോ മഞ്ഞ നിറത്തിലുള്ള, അതുകൊണ്ട് ഉണ്ടാക്കിയ അച്ചാർ ഇത്. സിമ്പിളായിട്ട് മാവിയിൽ പുഴുങ്ങിയ നാരങ്ങ നമ്മൾ ഉപ്പും മഞ്ഞളും തിരുമ്മി, കാന്താരിമുളക്, ഉണക്ക കാന്താരിമുളക് ഉണ്ടായിരുന്നു, അതുകൂടെ കൂട്ടിയിട്ട് ഒരു 2-3 ദിവസം മൂടി വെച്ചിരുന്നു. അത് ഇന്ന് വേണ്ട കടുക് പൊട്ടിച്ച് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒരു കുറച്ച് വിനാഗിരി, വൈറ്റ് വിനീഗറാട്ടോ യൂസ് ചെയ്തത്. നല്ല അച്ചാർ. അതിന് തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഭരണിക്കകത്തേക്ക് ഒഴിച്ചു വെക്കണം. നാണം വരുവാണോ പെട്ടെന്ന്? പിന്നെന്നാ, പപ്പയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണോ ജോൺകുട്ടി സ്കൂളിൽ വിട്ട് വന്നപ്പോഴേക്കും പപ്പ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു. പപ്പ മുടി വെട്ടി വന്നു കഴിയുമ്പോഴേക്കും കൊച്ചിന് ഭയങ്കര നാണക്കേടാ. അയ്യേന്ന് പറഞ്ഞ പപ്പനെ കളിയാക്കുവോ ജോൺകുട്ടി? ആണോ? അപ്പൊ എസക്കുട്ടി എന്തായാലും മുട്ടയല്ലേ ജോൺകുട്ടി? അപ്പൊ ഒരു കമ്പനി ആവട്ടെ. ജോൺകുട്ടിക്ക് മുട്ട അടിക്കണോ? ഷോ, നാണക്കേടൊക്കെ വരുമോ? പൊന്നി ഷൈയായിട്ടിരിക്കണോ? മറ്റേ ഞാന് സാലാണെങ്കിൽ അത്ര ഒട്ടും അത്ര കൈൻഡ് അല്ലേ. പക്ഷെ കോ മാർക്കറ്റ് ചേഞ്ച് ആയി. ഒരു പ്രാവശ്യം ആണെങ്കിൽ മാളു ആണെങ്കിൽ കടയിൽ പോയപ്പോ അവള് കുറെ പൈസ
സാധനം വാങ്ങി. അപ്പൊ അവള് ഓർത്തി അവൾക്ക് ഉണ്ടനാ. അപ്പൊ അവള് പെയ്യാൻ പോയിപ്പാണെങ്കിൽ പെയ്യിപ്പോ തെയ്യില്ല. അപ്പഴാണെങ്കിൽ തെയ്യില്ലാത്തതുകൊണ്ട് അവളുടെ ഫ്രണ്ട് അപ്പൊ ആണെങ്കിൽ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ സ്റ്റാഫാണെങ്കിൽ പറഞ്ഞു അത് എന്നെ ചാർജ് ചെയ്തോന്ന്. ഓഹോ. എന്നിട്ട് ഈ വട്ടം ഞാൻ പോയിപ്പാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് ചാർജ് ചെയ്തോ? ആ മാളും പോയപ്പോ ചെയ്തു. എന്നിട്ടാണെങ്കിൽ ഇതിന് €1 ആണ് ഒരുമിച്ചിടുമ്പോ. എന്നിട്ടാണെങ്കിൽ കൊടുത്തപ്പോഴാണെങ്കിൽ ജസ്റ്റ് 5 സെന്റിന്റെ കൂടുതൽ ഞാൻ 5 സെന്റിന്റെ താഴെ കൊടുത്തേ. മാളുടെ ഫ്രൈവേ ചോക്ലേറ്റ് ഞാൻ അത് അവൾക്ക് ഷെയ്വ് ചെയ്യുവോ. അവൾക്ക് ചുപ്പ ചുപ്സ് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ 3 ദിവസമില്ല. അഡ്വാൻസ് മേടിച്ച് വെച്ചേക്കുന്ന. നമുക്കിനി ഒരു മീറ്റിംഗ് കൂടെ വരാനുണ്ടല്ലേ? എന്താണ്? ടീച്ചറും ജോഡിക്കുട്ടിയും മമ്മയും കൂടെ ഉള്ള മീറ്റിംഗ്. മമ്മയ്ക്ക് ഇങ്ങനെ വന്ന് ഹാപ്പി ആയിട്ട് പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റുമോ, അതെയോ മമ്മയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുവോ? എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എത്രണ്ണം? 2 അതോ 3? 3 എന്ത് എന്താ? ഒരെണ്ണം ഇന്നത്തെ ആണോ? അതായത് 3 മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന്. ഇന്നത്തെ മറ്റേ ഞാനാണെങ്കിൽ ഒരു കൊച്ചിനെ അറിയാതെ അടിച്ചപ്പോ. കൊച്ചിനെ അടിച്ചോ? തള്ളിട്ട പോലെ. തള്ളിയിട്ട പോലെയോ? നോക്ക് മമ്മ ഇവിടെ നിന്നേ. എന്നിട്ട് ഇതുപോലെ പോയിപ്പോ ഇതുപോലെ പോയി. അതെന്താ അങ്ങനെ കൊച്ചിനെ പോയി അതുപോലെ കാണിച്ചിങ്ങനെ? അവിടെ സ്ഥലമില്ലാണല്ലോ. സ്ഥലമില്ലെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട, കൊച്ചു പോണോടെ വരെ വെയിറ്റ് ചെയ്യണ്ടേ? ഇടിച്ചു കയറി പോയെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലത്തെ പരിപാടിയാണ്. ഇവിടെ ഒന്നും പാടില്ല, ക്യൂ നിക്കണം, വെയിറ്റ് ചെയ്യണം ടൈം വരാൻ. അവനൊരു വിമമരിക്കുന്ന കെട്ടി പിന്നെ ഒരു കൊച്ചിനെ കൂട്ടി മിണ്ടിപ്പോ. പിന്നെ വർത്താനം പറഞ്ഞ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴാണ് വർത്താനം പറഞ്ഞേ. 2 ഇനി എന്നൊക്കെയാ റിപ്പീറ്റഡ്ലി പിന്നെ മിണ്ടി. അങ്ങനെ 3 കാര്യം ഞാൻ ആൻസർ ചെയ്യണം. ഞാനാണോ ആൻസർ ചെയ്യേണ്ടത്, ജോൺകുട്ടിയാണോ? ഞാന്. നല്ല കാര്യം വല്ലതും ഉണ്ടോ, അതെയോ ഇത് മാത്രമല്ല? നല്ല കാര്യങ്ങളുണ്ട്. എത്ര ഉണ്ട്? 6 അല്ലെങ്കിൽ 7 നല്ല കാര്യമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, 3 എണ്ണം. പക്ഷെ 3 ചീത്ത കാര്യങ്ങൾ കുറഞ്ഞു വരണം. അടുത്ത മീറ്റിങ്ങിന് 3 എന്നുള്ളത് 0 ആക്കാൻ നോക്കണം കേട്ടോ. എന്നിട്ട് 6 നല്ല കാര്യം എന്നുള്ളത് 12 ആക്കാനും പറ്റണം. പറ്റുമോ? ചെയ്യോ? വാക്കാണോ? പ്രോമിസ് ആണോ? ഓക്കെ. പക്ഷെ എനിക്കറിയില്ല എന്തൊക്കെയാ ചെയ്യേണ്ടത്. എന്നാ കൊച്ചൊന്നും ചെയ്യണ്ട. കൊച്ചവിടെ ടീച്ചർമാര് റൂൾസ് ഫോളോ ചെയ്യുക, ഹോംവർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, പിന്നെ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുക, പിന്നെ റീഡിങ് പ്രാക്ടീസ് ചെയ്യുക. സുവി മറ്റേ കുറെ ഏതൊരു കൊച്ചിനെ ഇന്നലെ ആണെങ്കിൽ ഏതൊരു കൊച്ചിന് പറഞ്ഞാണ് മറ്റേ കുറെ വട്ടം പറഞ്ഞു നീ റീഡ് ചെയ്യണം. എല്ലാവരും റീഡ് ചെയ്യണം. റീഡ് ചെയ്യണം, അത്ര ഇമ്പോർട്ടൻ്റാ. പിന്നെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം. ഡെസേർട്ട് മാത്രമല്ല കഴിക്കേണ്ടത്, മെയിൻ ഫുഡും കഴിക്കണം. അതിൽ വെജിറ്റബിളും മസ്റ്റ് ആയിട്ട് കഴിക്കണം. ആദ്യം മെയിൻ ഫുഡ് എന്നിട്ടാ. എന്തിനാ മാളൂന് മേടിച്ചെന്ന് പറഞ്ഞ മുട്ടായി മേടിച്ചതല്ലേ എനിക്ക്. അവൾക്ക് ചുപ്പ ചുപ്സ് ഇഷ്ടമില്ല. അത് ഇപ്പൊ തിന്നാൻ പോണത്. എന്തോ വേണയോ? ഓക്കെ. ഇത്ര പെട്ടെന്ന് തീർന്നോ? ഓക്കെ, അന്ന് വേഗം റെഡി ആക്കാം. നമുക്ക് ബെറു ഇറക്കാൻ പോവാം. എസക്കുട്ടീൻ്റെ മമ്മ ഓൾറെഡി ഉടുപ്പൊക്കെ ഇടിയിച്ചു. എസക്കുട്ടി പറിച്ച് പോത്തോസ് എന്തോ ക്രൂരത അവനോട് ചെയ്ത പോലെ അവൻ പോത്തോസിനെ വന്ന് ഉപദ്രവിക്കണേ അല്ലേ? അവനെല്ലാം ഇവിടെ നിന്ന് എടുത്ത് കളയും തോന്നുന്നു. വേഗം കഴിക്കും പോലെ മാള് ചോറിനുണ്ടിരിക്കുന്നു. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. എസക്കുട്ടീനെ ഉടുപ്പ് ഇടിയിച്ചിട്ടുണ്ട്. അവന് ഇത് 2 ലെയർ ഉണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ ഒരു ലെഗിൻസ് കൂടെ നമ്മൾ ഇടിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അവന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചാൽ മതിയല്ലോ. പിന്നെ ജാക്കറ്റ് ഇടിക്കും, തൊപ്പിയും വെക്കും. അപ്പൊ അവൻ വാമായിരിക്കും. അപ്പൊ നമുക്ക് റെഡി ആവാം. പോവാം. മാള് വേഗം കഴിക്കും. മാളു ചാടി കിടക്കാതെ വേഗം വാ, പോവാം നമ്മള്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പുള്ളിക്ക് തന്നെ മനസ്സിലായില്ല എന്നാ സംഭവം. തൊപ്പിയൊക്കെ നേരെ വയ്ക്കാം. മറ്റേ തൊപ്പി ഉണ്ട്. അതെന്തായാലും കൂളിംഗ് ഗ്ലാസ് അടിപ്പോവും. ചേച്ചിമാര് വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളോട് പോയിട്ട് ബെറു പറിച്ചോണ്ട് വന്നോളെ. കുട്ടി പറഞ്ഞേ നമ്മൾ പോയി എടുക്കണം അവർക്ക് തിന്നാനായിട്ട് അല്ലേ? നല്ല കാര്യമല്ലേ ചേച്ചിമാർക്ക് മേലൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നതാ അല്ലേ? അപ്പൊ എസക്കുട്ടീനെയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത്
എസക്കുട്ടീനെ നമ്മള് നല്ല ആവശ്യമുണ്ടെന്നറിയോ? നല്ല വാമായ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് സാധനം അപ്പൊ ഷോക്കിലായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ കുറച്ച് നേരം ആ ഷോക്കിലിരുന്നോളൂ അല്ലേ. അപ്പൊ അവന് നല്ല വാമായിട്ടുള്ള ക്ലോത്ത്സും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇടിയിച്ചേക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നടന്നു പോയാണ് നമ്മൾ പറിക്കാറ്. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. പക്ഷേ ഇതിപ്പോ നമ്മൾ സമയം കുറവായതുകൊണ്ട് നമ്മള് നേരെ വണ്ടിയും കൊണ്ട് പോവാണ്. അവിടെ പാർക്ക് ചെയ്യണ സ്ഥലമുണ്ട്. പാർക്ക് ചെയ്തിട്ട് കാട്ടിലോട്ട് നടന്നു പോകും. എല്ലാരും കൂടെ ഒരുമിച്ച് ഫുൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ ഇന്ന് സ്കൂൾ കഴിഞ്ഞ് വന്ന് പിള്ളേർ അപ്പടി മടുത്തു. അപ്പൊ പിന്നെ അവർ ഓൾറെഡി ഡെയിലി നടന്നു പോകുന്ന പിള്ളേരാണല്ലോ. ജോണിക്കുട്ടിക്ക് പിന്നെ ആവശ്യത്തിന് എനർജി ഉണ്ട്. അപ്പൊ പിന്നെ അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ ചെവിയിൽ കാറ്റ് കയറാതിരിക്കാനാണിത്. എടാ അവന്റെ നമുക്ക് ലയോണിനെ കൂടെ കൊടുത്ത് നോക്കിയതാടാ. നല്ല വെയിലുണ്ട്. എന്റെ കയ്യില് പൂപ്പിയുണ്ട്. പൂപ്പി പുള്ളി അത്യാവശ്യം ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോടാ? എന്തോ ജോൺകുട്ടി പിന്നെ കാണുന്ന മരത്തിലും കമ്പലൊക്കെ വലിഞ്ഞു കയറി പോകാം. വേഗം മറിച്ചിട്ട് വരാം. പുള്ളി എത്ര ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ ഇവനിപ്പം കയ്യിലിരുന്ന് ഉറങ്ങി ശീലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഉറങ്ങാൻ വലിയ പാടാ. ചിലപ്പോൾ ഇന്ന് ഉറങ്ങുമായിരിക്കും. ഇതാണ് നമ്മൾ പോകുന്ന കാട്. എന്തോ ഇത് പിടിച്ചാൻ പറ്റോ? എന്താണത്? ഇല്ലെന്ന് അത് പഠിക്കണ്ട. ഇല്ല തോന്നുന്ന കടിച്ചെന്ന്. നമ്മൾ കാടിനുള്ളിൽ കയറുമ്പടി ഇപ്പൊ അടിക്കില്ല. ജോണിക്കുട്ടി പറയുന്ന കേൾക്ക്. ജോണിക്കുട്ടി പഠിക്കരുതെന്ന്. കാറ്റടിക്കുമ്പോൾ ബേബിയുടെ മേത്തേക്ക് വരുമെന്ന്. നമ്മളിപ്പോൾ അടിക്കാൻ പാടില്ല. പപ്പ എവിടെ പോയതാ? ഓറഞ്ചും വാട്ടർ ബോട്ടിലും എടുക്കാൻ പോയി അല്ലേ? പപ്പ ഇപ്പോൾ വരും കേട്ടോ. ഇവിടെ സ്കൂളുണ്ടേലും ഡ്യൂട്ടി ഉണ്ടേലും നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കാടാട്ടോ ഇത്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലും ഇതുപോലെ അവർ നേച്ചറിനെ സേവ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. ഇതിലൂടെ വണ്ടിയൊന്നും പോകാൻ പാടില്ല. സൈക്കിള് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് പറിക്കാം. ഉള്ളിലോട്ട് പോയിട്ട് പറിക്കാം. വാ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലൂബെറി പറിക്കാൻ വന്നത് സെയിം ഈ വഴിയിലൂടെ തന്നെ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ളിലൂടെ പുള്ളി തന്നെ പാടി ഉറങ്ങാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അല്ലേ ഉറങ്ങിക്കോന്നേ. ഡാ ഇപ്പം കൊണ്ടുതരും. സൂത്രം കൊണ്ടുതരും. കാണിക്കണ തോന്നുന്നു പാസിഫയർ വെക്കുമെന്ന്. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ തുപ്പിയും കളയും. ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ടുള്ള പിള്ളേരാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഫാമിലി ആയിട്ട് പാരൻസിൻ്റെ കൂട്ടത്തിൽ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ കാട്ടിലൂടെ നടക്കാൻ പോകുന്നതും പിന്നെ എല്ലായിടത്തും എന്തെങ്കിലും ഒരു ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പോലത്തെ സംഭവം പാർക്ക് പോലെയൊക്കെ ഉണ്ടാവും പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ. അതിന് പരമാവധി സമയം പുറത്ത് ചിലവഴിക്കുന്നതിനോടാണ് ഇവർ പ്രൊമോട്ട് ചെയ്യണ കാര്യം. അത് ബ്ലൂബെറി ഉണ്ടോ? തീർന്നില്ലായിരുന്നോ? ബ്ലൂബെറി തന്നെയാണോടാ? ബ്ലൂബെറി. ഓ കണ്ടോ? കിട്ടിയോ? തരാം. ഇത് ഓറഞ്ചിന് വേണ്ടിയിട്ട് ഒച്ച ചെയ്യിപ്പിക്കുന്ന കൊതി പിടിക്കുന്നുണ്ടോ? അയ്യോ ഡൊക്കേറ്റോ പിടിച്ചോ വേണ്ടേ? വേണ്ടെന്ന് പുള്ളി താഴേക്ക് ഇടും. അതാണ് പ്രശ്നം. പോയാലോ? ആളുകൾ പറിച്ചുകൊണ്ട് പോയതിൻ്റെ ബ്ലൂബെറിയുടെ ബാലൻസാണ്. കണ്ടോ കളർ നോക്കിയേ. ഇപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളച്ചവയാണ്. നല്ല ടേസ്റ്റില്ല. ഇല്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബെറി പറിക്കില്ല അല്ലേ? പട്ടിയുടെ വളം റോഡ് സൈഡിൽ നമ്മൾ പറിക്കാൻ പാടില്ല. ഉള്ളിൽ നിന്ന് പറിക്കാൻ പാടില്ല. കാരണം ഇതിലെ പട്ടിയെ കൊണ്ടൊക്കെ നടക്കാൻ പോകുന്നത് ഭയങ്കര കോമണാണ് കാടിനകത്തോടെ അല്ലേ? പട്ടി മൂത്രമൊഴിച്ച് അത് റോഡ് സൈഡിൽ നിന്നല്ലേ? റോഡ് സൈഡിൽ പറിക്കണ്ട, ഉള്ളിലേക്ക് പറിക്കാം. വാഷ് ചെയ്തെടുക്കണേന്ന് പറഞ്ഞാലും പരമാവധി റോഡ് സൈഡിലുള്ളത് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയല്ലോ, ഓർക്കുന്നുണ്ടോ? ഇവിടെ വന്ന സമയത്ത് നമുക്കിത് അറിയില്ലല്ലോ. റോഡിന്റെ സൈഡിലുള്ള സെറ്റപ്പ് ഇഷ്ടംപോലെ നിറഞ്ഞിരിക്കും. ഒരു മനുഷ്യൻ പോലും അത് പറിക്കുന്നില്ല. ആളുകളെല്ലാം ചുമ്മാ അകത്തോട്ട് കയറിപ്പോ. നമ്മൾ നീ അകത്ത് പോയി കഷ്ടപ്പെടുന്നു, റോഡ് സൈഡിൽ നിന്ന് പറിച്ചുകൂടെ? പിന്നെയാണ് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. പട്ടിയും കൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. അത് ഇവിടുത്തുകാർക്കറിയാം, അതുകൊണ്ട് അവർ പറിച്ചില്ല. എന്റെ മോനെ അവിടെ ഉണ്ടോ? ആ ഓക്കെ, അടിപൊളി. ഭയങ്കര ഒട്ടും പൊല്യൂഷൻ ഇവിടുത്തെ എയർ എന്ന് പറഞ്ഞാൽ അല്ലേ ചായ? പൊല്യൂഷൻ ഒട്ടും ഇല്ലാത്തല്ലേ?
പോയോ? അതാണ് ഫിൻലൻഡിലെ കാടുകളുടെ പ്രത്യേകത. അതാണ് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫ്രഷ് ഫീൽ തോന്നും. ഇതിലൂടെ സിഗരറ്റ് വലിച്ചോണം. അങ്ങനത്തെ ഹാബിറ്റ്സ് ഉള്ളവർക്ക് ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ഉണ്ടാവും. അപ്പോൾ ഇതിലങ്ങനെ സിഗരറ്റ് വലിച്ച് നടക്കുന്ന ആൾക്കാരൊന്നുമില്ല. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ഫിൻലൻഡിൽ പൊതുവെ. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സിനൊക്കെ അടിമപ്പെട്ട് ഇരിക്കുന്നവരുള്ളൂ. അപ്പം നമ്മൾക്ക് നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമല്ലേ? മാളിഞ്ചൊക്കെ എല്ലാം മിസ് ചെയ്തോ? അത്യാവശ്യം ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഉണ്ടോ? ഇതിന് ഇപ്പോൾ ചെറിയ മധുരമൊക്കെ ഉണ്ട്. മധുരം പുളിയും നമുക്ക് കുറച്ച് മതി കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ നേരത്തെ പറിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് പറിച്ചിങ്ങനെ ഇടുവാണ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ ഓൾറെഡി പറിച്ചിട്ട് പോയ സ്ഥലമാണ്. ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലൂബെറി ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബ്ലൂബെറിക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ആണോ? കുറച്ച് എടുത്തോ? ആ, പക്ഷെ അതിന് ടേസ്റ്റ് ഇപ്പം ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ ലിങ്കോൺബെറിക്ക് നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പൊട്ടിക്കുമ്പം നോർമൽ ഈ സെയിം കളറാണ്. ബ്ലൂബെറി പോലെയല്ല. ബ്ലൂബെറിയുടെ പോലത്തെ അല്ല. കുറേ ഉണ്ട്. എണ്ണൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് പോരെ. ആണോ? അമ്മ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? ആണോ? കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ. നോക്കിക്കൂട്ടി ഓരോന്ന് പറിച്ചാൽ കിട്ടോ. കൂടുതലുള്ളത് ഈ മെഷീൻ വെച്ച് പയ്യെ എടുക്കാം. കണ്ടോ? മെഷീനല്ല ഈ സാധനം അല്ലേ? എന്ത് ഉത്സാഹം അല്ലേ? കുട്ടി നല്ലത് മാത്രം എടുത്താൽ മതി. എന്നാൽ ഇതിനകത്ത് കിട്ടോ. നല്ല ഉറക്കമായതുകൊണ്ട് അവൻ്റെ നിബിളറിങ് എടുത്ത് മാറ്റുവാണേ. അതിനുള്ളിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറക്കത്തിൽ അത് ആസ്പിറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പാസിഫയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വയ്ക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിബിളർ ആയതുകൊണ്ടാണ്, അതിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉള്ളതുകൊണ്ടാണ് എടുത്ത് മാറ്റിയത്. ഉറക്കത്തിൽ റിസ്ക് ആകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫോറസ്റ്റിലൊക്കെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സൗണ്ട് കേട്ടിട്ട് പുള്ളി നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. ഇവിടെ കുറേ ഉണ്ട്. നമുക്കൊരു 1 ലിറ്റർ മതി. 1 ലിറ്റർ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉണ്ട്. അപ്പം മറ്റേ മെഷീൻ വെച്ചെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് അറിയാം. ഇത് വെച്ചെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് അറിയാമോ? മൊത്തം ഇല കയറും. ഇവിടെ ഇഷ്ടം വരെ ഉണ്ട്. കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേയും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഹോൾസ് എനിക്ക് ഇഷ്ടമില്ല. ഹോൾസ് ഉള്ളപ്പോൾ കുഴിയില്ലേ? പക്ഷെ ഇവിടെ ഇപ്പോൾ കൊതുകില്ല. ഈ വെതറിൽ ഇപ്പോൾ കൊതുകില്ല. കാരണം കാരണം എന്നറിയാമോ? ഇപ്പോൾ കൊതുകില്ലാത്തതിന് കാരണം തണുപ്പൊക്കെ ആയില്ലേ. ഈ ബ്ലൂബെറിയുടെ ഇല അത്ര നല്ല കൊഴുപ്പുണ്ടാകത്തില്ല. അതുകൊണ്ട് ഇതേ ബ്ലൂബെറി കിടക്കുന്നു. ഈ ലിങ്കോൺബെറിയുടെ ഇലയുടെ പ്രത്യേകത ഉണ്ടോ? കുറച്ചും കൂടെ നല്ല പച്ചപ്പായിരിക്കും. നല്ല കുറച്ചും കൂടെ കൊഴുപ്പുണ്ടാവും. കൊഴുപ്പെന്ന് നമ്മൾ പറയും. ഇത് പൊറിജിനകത്ത് നമുക്ക് ചുമ്മാ ഇട്ട് കഴിക്കാം. പിന്നെ ഇത് ജാമാക്കിയിട്ട് പൊറിജിനകത്ത് ഇടാം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന റവയില്ലേ, റവയ്ക്കകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് മഞ്ഞപ്പൂറം ഉണ്ടാക്കാം. ഇവിടെ മഞ്ഞപ്പൂറം എന്ന് പറയും. പൊറിജ് ഉണ്ടാക്കാം. പിന്നെ സ്മൂത്തിക്കകത്ത് ഇടാം. നല്ല ഹെൽത്തി സാധനമാണ്. ഫോറസ്റ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം പറിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെയൊക്കെ ഒത്തിരി പേര് പറിച്ചിട്ട് പോയതാണ്. എല്ലാ ഫോറസ്റ്റിനകത്ത് കയറി പറിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കൊണ്ട് 1 ലിറ്ററോളമായി.
ജോണിക്കുട്ടി കാഞ്ച് ഹെവിയാ. ആയോ ഇഷ്ടമായി ആയോ? ഇത് കണ്ടിട്ട് ചെറിയൊന്നല്ലേ ബാക്കിലോട്ട് പോ. ഇവിടെ എല്ലാം ഇഷ്ടമായി ഉണ്ടെന്നേ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ മൊത്തം ഇലയായും. ആണോ? നോക്ക് ബാക്കിന് കിട്ടിയത് ഇത്ര കുറയാണ്. കൈ ഫുള്ളായി. ഒരെണ്ണം പോയി കയറില്ല. ആണോ ജോണിക്കുട്ടി? എന്തോരം ഉണ്ട്? ഇത്തിരി ഉണ്ടോ? അത് നിറച്ചു. ആഹാ എന്താ രസം. ബെറു പറിക്കാനാന്നും പറഞ്ഞു വന്നിട്ട് വേണ്ട കാട്ടിലിങ്ങനെ ഊഞ്ഞാലാടി കിടക്കാല്ലേ. അതായത് നല്ല വെതറാണ്. അതായത് ഈ വെതറിലാണ് നമുക്ക് വലിയ കൊതുകൊന്നും ഇല്ലാണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിനിഷ് ഫോറസ്റ്റൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ മിഡിൽ ഏജ് ക്രൈസിസ് എന്ന് പറഞ്ഞ ചിലർക്ക് നമുക്കറിയാലോ. അതായത് ഒരു 40-നും 50-നും ഇടയ്ക്ക് സാധാരണ രീതിയിൽ പുരുഷന്മാർക്ക് വരുന്നൊരു സംഭവമാണ്. ചിലർക്ക് അത് അറിയാം, അവർക്ക് ഇച്ചിരി കൂടെ നേരത്തെ വരുന്നില്ലേ. ഓക്കെ, അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൗവനത്തിൽ നിന്ന് പോരുകയും ചെയ്തു, വാർദ്ധക്യത്തിലോട്ട് എത്തിയിട്ടില്ലാത്തൊരവസ്ഥയാണ്. ചിലർക്കിത് മനസ്സിലാവും, ചിലർക്ക് തൊട്ട് മനസ്സിലാവത്തുമില്ല. പക്ഷേ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്താ പറയുക, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ നോക്കുക, നല്ല ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടി ആയിട്ടില്ലാത്ത ടീമുകൾക്ക് ചിന്തിക്കാനുള്ള സമയമായെന്നുള്ള ചുരുക്കം. കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവൻ ഈ ബെറി പറിക്കാൻ സമയത്ത് വഴക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ കയറ്റി കിടത്തി ഇപ്പോൾ ഈ ആട്ടാലെന്ന് ഓർത്തിട്ട് കൊണ്ടുവന്നാണ്. പിടിക്കാൻ നമ്മുടെ ജോൺകുട്ടി ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കിടത്തി ആട്ടാന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ടുവന്നാണ്. ഇപ്പോൾ വേണ്ട അപ്പനും ജോൺകുട്ടി നമുക്ക് കിടക്കണ്ടേ ജോൺകുട്ടി? അതായത് ചിക്കു നല്ല ഫ്രഷ് എയർ ഉണ്ടല്ലോ മാക്സിമം. അതായത് നമ്മൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് എയർ മാക്സിമം ഇങ്ങനെ ഈ ഫോറസ്റ്റിൽ നിന്ന് കൊള്ളുന്ന അത്രയും ഉണ്ടല്ലോ, വേറെ ഒന്നുമില്ല. ഭയങ്കര സുഖം. ഇല്ല ഇല്ല തിരിച്ചു വന്നിട്ട് നമ്മൾ ആ ബെറി വെച്ച് സൂത്രം ഉണ്ടാക്കാനുള്ള ചിക്കു ജോൺകുട്ടിക്ക് അതിൻ്റെ അകത്ത് ഇരിക്കണം എന്ന് പറയണു. പക്ഷെ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവോ? ഒന്നുമില്ല. ഇപ്പോൾ +5 ആട്ടോ ടെമ്പറേച്ചർ. നല്ല ചൂടത്ത് നല്ല സുഖമല്ല ഇങ്ങനെ കിടക്കാൻ. ജാക്കറ്റൊക്കെ ഇട്ട് കിടക്കട്ടെ. സത്യം പറഞ്ഞാൽ കിടക്കാൻ കൊതിയായിട്ടും മേല. ആണോ? ഓക്കെ, ജോൺകുട്ടിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചെളി പോലും ആക്കല്ലെന്ന്. ബേബീനെ കൂടെ പിടിക്കുക ജോൺകുട്ടി. എങ്ങനെയുണ്ട് കിടക്കാൻ? എങ്ങനെയുണ്ട് ജയ? അവനൊന്ന് കിടത്തി കൊടുത്തേ ജയ, ബേബീനെ കിടത്തി കൊടുത്തേ. ഈ സ്ഥലത്തല്ലേ എൻ്റെ കുഞ്ഞുമാമ ഇനി ഇരുന്നോ? അവൻ ചാടുന്ന പോലെ തോന്നുവാണെങ്കിൽ മമ്മയോട് പറഞ്ഞോട്ടോ. ഓ എന്താ രസം. നമ്മൾ മാത്രം കയറിയാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ടല്ലോ, ബലമായിട്ട് പേര് കിടക്കുക. ഇപ്പൊ പൊട്ടിച്ചോണ്ട് ചാടാൻ പറ്റുമോ? ചാടിക്കോ. എന്ത് രസമല്ലേ, നല്ല സുഖമല്ലേ? നല്ല സുഖം, നല്ല പീസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ വായിച്ച് കിടക്കാനും അല്ലേ? അടിപൊളി ചേച്ചായ. മമ്മ വീഴാണ്ടിരിക്കാൻ വേണ്ടി ജോണിക്കുട്ടി ഷോൾഡർ താങ്ങുവാണോ? ആ, ഇൻ കേസ് മമ്മ വീണാലും ഞാനുണ്ടല്ലോ പിടിക്കാൻ. ഞാൻ പിടിച്ചു. അപ്പോൾ സംഗതി നമ്മളല്ല സേഫായിട്ട് ഇങ്ങനെ കുത്തിച്ചേരി വയ്ക്കാം. പക്ഷേ ഞാൻ കുറച്ച് നേരം ഉള്ളൂ കേട്ടോ, കുറച്ച് നേരം കൊണ്ട് ആവശ്യത്തിന് സാധനം കിട്ടി. അത്രയും മതിയല്ലോ. കുഞ്ഞു മനുഷ്യനും വലിയ മനുഷ്യത്തെയും ഒരു പീക്കിരി മനുഷ്യനെ തള്ളിക്കൊണ്ട് പോവാ. സൂപ്പർ സാധനം ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ? അതെ തന്നെ, അത്യാവശ്യം നല്ല വെതർ ഇന്ന്. ഇപ്പം സമയമുണ്ടല്ലോ 5:30 ആയോളേ. ഈ ഒരു വെട്ടം ഭയങ്കര രസമാണേ. ആ ഒരു ഫോറസ്റ്റ് ഒക്കെ കാണാൻ ഭയങ്കര രസം. ഇവിടുത്തെ ആളുകളും ഏറ്റവും കൂടുതൽ നേച്ചറിൽ ഇവര് സ്പെൻഡ് ചെയ്യണത് മോർണിംഗിലെ ഒരു ടൈമും പിന്നെ അതുപോലെ ഈവനിങ് ഈ ഒരു സമയം കേട്ടോ. അതായത് ജോണിക്കുട്ടിയുടെ ടീച്ചറും പിന്നെ ടീച്ചറിന്റെ മോൾ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോ ദിവസം ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ ഫുട്ബോളും ഇപ്പോൾ വരാറില്ല. പക്ഷെ സ്കേറ്റിംഗ് ഉള്ളപ്പോൾ ഇവിടെ വിന്റർ ആകുമ്പോൾ സ്കേറ്റ് ചെയ്യാൻ ബ്ലൂബെറി തിന്നിട്ട് ജോണിക്കുട്ടിയുടെ ചുണ്ടും പല്ലും നാക്ക് കാണിച്ച് ജോണിക്കുട്ടി കൈ കാണിച്ചേ കളർ മാറി. ബ്ലൂബെറിയുടെ കളറായി. അതായത് ഈ മിഡിൽ ഏജ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. ചില സമയത്ത് അതായത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. അത് ഈ ഒരു ഏജിലായിരിക്കും സാധാരണ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. ചില ആണുങ്ങൾ കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞിട്ടായിരിക്കാം, ചിലർ കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കാം എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ആണോ? പിള്ളേർ കുറച്ച് മുമ്പ് ഇവിടെ വന്നപ്പോൾ നടന്നു പോയപ്പോൾ സമയത്ത് എറിയുമായിരുന്നു. അതെന്റെ ഫ്രണ്ടാ. ആണോ? നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയായിരുന്നു.
2 വെള്ളത്തിലോട്ട് നോക്ക് 1 2 3 നീങ്ങി മെത്തെറിക്കും. വലിയ താമസമൊന്നുമില്ല. ഈ സൂര്യനൊക്കെ നമ്മൾ അല്ലേ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. വരും എപ്പോഴാന്ന് പറയട്ടെ, ജാനുവരിയിൽ നല്ല കട്ട വിന്ററിന്റെ സമയത്ത്, അതായത് എപ്പോഴൊക്കെ സണ്ണുണ്ടോ അന്നേരമൊക്കെ -20 മേളിലായിരിക്കും. അന്യായ തണുപ്പായിരിക്കും അല്ലേ? ഇപ്പൊ ഒരു മാസം കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഇരുട്ടിന്റെ ദൈർഘ്യം നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റേ പാർക്കിൽ കാണിച്ചാൽ കുറച്ച് നേരം എക്സസൈസ് ചെയ്യണം. എനിക്ക് മസിൽസ് വേണോ? മസിൽസ് അച്ചോ പൊന്നോ ഉണ്ടക്കണ്ടൻ ഇങ്ങനെ പോകുമ്പോ വൈബ്രേഷൻ അടിച്ച് ഇങ്ങനെ കുടുങ്ങി കിടക്കണോ നോക്ക്. ഇവിടെ എന്താ പരിപാടി? എക്സസൈസ് സ്ഥലമാണോ? എസക്കുട്ടീനെ എടുക്കാനുള്ള മസിൽസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ? ഓ, എസക്കുട്ടിക്ക് പോണമെന്നുണ്ടോ? ഓ, ഇതിങ്ങനെ ഓരോ ഫോറസ്റ്റ് ഏരിയയിലും ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഇവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നടക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെ ചിലവരത് ചെയ്തിട്ട് പോണ കണ്ടല്ലേ. അതിനൊക്കെ ഇച്ചിരി കൂടെ നീളം വെക്കണം ജോണിക്കുട്ടി. വാ, നമുക്ക് പോയിട്ട് മറ്റേ സൂത്രം ഉണ്ടാക്കാം, ഡെസേർട്ട് ഉണ്ടാക്കാൻ പോവാം. വാ, തൂങ്ങണോ? അയ്യോ, എൻ്റെ ഡ്രീം വെച്ചാൽ അങ്ങനെ ഒന്ന് തൂങ്ങണം. എൻ്റെ ഡ്രീമാ എനിക്ക് ഒരു തവണയെങ്കിലും അങ്ങനെ എനിക്കൊന്ന് തൂങ്ങണം എന്നുള്ളത്. ആ, പണ്ട് ഞങ്ങളൊക്കെ ഓടിച്ചു നടന്നിട്ടാ ടയറ്, സൈക്കിളിന്റെ ടയറൊക്കെ ഇങ്ങനെ വടിക്ക് അടിച്ച്. ആ, ജാക്കറ്റിലൊക്കെ ഫുള്ള് ചെളിയോ. നാളെ സ്കൂളിൽ പോകാനുള്ള ഈ വെതറിന് മാച്ച് ആയിട്ടുള്ള വേറെ ജാക്കറ്റ് ഇല്ല. നാളെ സ്കൂളിൽ പോകുമ്പോൾ അപ്പടി ചെളിയായിരിക്കും. ആ, വാ അപ്പൻ്റെ മോൻ്റെ ഷോഫ് കഴിഞ്ഞെങ്കിൽ ഓടി വാ. വായോ, പോകാം. പിള്ളേരവിടെ തന്നെ ഉള്ളൂ. ആ, യെസ്. എനിക്ക് അടുത്ത് പോയി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റൂല. ജസ്റ്റ് ബിക്കോസ് നമ്മുടെ അച്ചുക്കുട്ടീനെ റോട്ടിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട്. അല്ല, നടക്കുവോ? ഓടി വാ. ഓക്കെ, എല്ലാവരും നടക്കാൻ പോകുന്ന സമയമായി. നമ്മുടെ നടത്തം കഴിഞ്ഞ് തിരിച്ചു പോകണ ടൈമുമായി. ഓക്കെ, കം ലെറ്റ്സ് ഗോ. ആൾക്കാരൊക്കെ പോയി നടക്കാൻ പോയി. അവര് പോകുന്നു, നമ്മൾ പോയി തിരിച്ചു വരുന്നു. ഓ, പുഷപ്പും ഉണ്ടോ ഇനി? വായോ നമുക്ക് എല്ലാ ദിവസം വരാട്ടെ ജോണിക്കുട്ടി. എട്ടാടാ, അതെന്നാടാ അത്? ചീച്ചി ഒന്നും എടുക്കല്ലേ. പോവാല്ലേ? കേറൂ മോനെ, വണ്ടിയിലോട്ട് കേറൂ. ആ, ചക്കരക്കുട്ട, നീ ഇങ്ങനെ ബെൽറ്റ് ഇട്ടേ. ചക്കരക്കുട്ടൻ ബെൽറ്റ് ഇടിപ്പിക്കട്ടെ. ഓ, അവന് ഇഷ്ടമില്ല. നേരെ ഇരിക്കടാവേ. ഓ അടച്ചിരണോ? കൊതുക് കയറുന്നുണ്ടോ? കൊതുകെന്ന് പറയാനില്ല. കുറെ സാധനം വാങ്ങിച്ചോ? ഞാനും കൊച്ചും കൂടെ വണ്ടിക്കകത്തിരിക്കുവായിരുന്നല്ലോ. കൊച്ചിനും പുള്ള വേണം. പുള്ളാന്ന് പറയുന്നത് ഇവിടുത്തെ ബേക്കറി സാധനം കേട്ടോ നമ്മള് നാട്ടില്. അപ്പൊ കൊച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പനും കൂടെ കൊതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യും. എന്നിട്ട് അപ്പനും കടയിൽ കയറാനും പറ്റില്ല. അവസാനം പിന്നെ ഞാൻ പോയി മേടിച്ചിട്ട് വന്നു. ഇത് പേ ചെയ്തത് ജോണിക്കുട്ടി ബില്ലിന്റെ അവിടെ നിന്ന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഗേൾസ്, നിങ്ങൾ മിസ് ചെയ്തു കേട്ടോ. സീരിയസ്ലി, വാവ്. അവരെന്തോ സർപ്രൈസ് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഇതെല്ലാം അത്ഭുതമായി കിടക്കും. ഒക്കെ തന്നെ അടുക്കി വെച്ചേക്കിടക്ക് ഷൂസുകളൊക്കെ കറക്റ്റ് ലെയറിലാക്കി വെച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഗേൾസ് ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു. ഹോംവർക്ക് ഒക്കെ ചെയ്തോ? എക്സാമിനൊക്കെ പഠിച്ചോ? എന്താണ് ഫിൻലൻഡിലെ സ്കൂളില് പഠിക്കേണ്ട എന്നായിരുന്നു, നിങ്ങൾക്ക് എക്സാം ഇല്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നല്ലോ. ഇങ്ങനെ ന്യൂസ് വരുമ്പോ അങ്ങനെയാണല്ലോ വരുന്നത്. പിള്ളേർക്ക് ഡെയിലി എക്സാം. എക്സാം ഇല്ലാതെ സത്യമാണോ മാളു? ചക്കിക്ക് കുറവുണ്ട്. ചക്കിക്കും ജോണിക്കുട്ടിക്കും അങ്ങനെയില്ല. ഉണ്ട്. അല്ല, അങ്ങനെ ഞാൻ മറ്റേ ജോണി നാളെ ടെസ്റ്റ് ഉണ്ട്. മാളുവിനെ അപേക്ഷിച്ച് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാളുവിനെ മിക്ക ദിവസങ്ങളിലും എങ്ങനെയുണ്ട് മാള്? പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? മാള് ആണോ? മാള് ടീനേജിലേക്ക് കേറാൻ പോവുകയാണ്.
ഇവരെല്ലാം ക്ലീൻ ചെയ്തോണ്. ആണോ? ആ കണ്ടില്ലേ ഞങ്ങള് ഒതുക്കി പറഞ്ഞു വെച്ചു. ആണല്ലേ? ഞാൻ വെച്ചിട്ട് പോയതാണ്. പക്ഷെ എനിക്കൊരു അങ്ങനെ വരാൻ വഴിയുണ്ട്. ഈ കൊച്ചിനെ വീടൊക്കെ അടിപൊളി. ഈ കൊച്ചിനെ വീടടിച്ചില്ല. കവളെ കടിച്ചല്ലേ. ഞങ്ങളവിടെ ഊഞ്ഞാലടിയായിരുന്നു. നിങ്ങൾ മിസ് ചെയ്തത്. അത് കുട്ടി അത് ഡ്രീം ചെയ്ത് അവിടെ ഉറങ്ങാ. അവനുറങ്ങ കുറച്ചെണ്ണം കിടന്ന ഞാൻ ഉറങ്ങിയനെ. ഓ ജാക്കറ്റ് വരുന്ന ചുക്ക് ചായ വേണോ? ഒരു തങ്ങോട്ടേസ് കുട്ടാ. ഓ ജാക്കറ്റ് വരുന്ന ഒരു ചൂട്. അടി പാക്കറ്റ് ഉണ്ട്. അടി കൊല്ലം ചിപ്സ് വേണം. മോണിക്കുട്ടിയുടെ റൂം ഒരു അടിപൊളിയാക്കി. നമ്മളിതൊന്നും പ്രതീക്ഷിക്കാനായിട്ടുള്ള സംഭവമാണേ. നമ്മുടെ റൂം അടിപൊളിയാക്കി കേട്ടോ. ഒക്കെ ഒതുക്കി പറക്കി നീറ്റാക്കി ഇട്ടു. എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ ഗേൾസ് നിങ്ങൾ ഇത് ശീലമാക്കിക്കോളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങാം. അതെ. വാട്ട് യു സേ? കണ്ട ഇത് മനസ്സിലാക്കി കണ്ട ഡോനറ്റ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് തന്നെ. മമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണ്ടി. ജോണിക്കുട്ടിയുടെ റൂം അടിപൊളിയാക്കിയിട്ട് അവര്. സന്തോഷായോ? ജോണിക്കുട്ടിക്ക് എത്ര സന്തോഷം ഉണ്ടായില്ലേ? നാണാണോ? എന്നാടാ എന്തോ ഉണ്ട്. താങ്ക് യു താങ്ക് യു ഗേൾസ്. ജോണിക്കുട്ടി അവര് അടുക്കി പറക്കി വെച്ചാൽ നമ്മളവർക്ക് സർപ്രൈസ് മേടിച്ചിട്ടുണ്ടെന്ന് പറ. ആ ലിങ്കോൺബെറിക്ക് നല്ല മധുരം ഈ തവണ തന്നെ. നമ്മൾ താമസിച്ച് പറിച്ചതുകൊണ്ട്. നമ്മൾ എന്തോരം പറിച്ചു നിൽക്കും. നിങ്ങൾക്കുള്ള റിവാർഡ് ആയില്ലേ? നിങ്ങൾ കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇല്ല, അവിടെ 2 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാവർക്കും കൂടെ അത് എടുക്കാനായിരുന്നു, പക്ഷെ തീർന്നു പോയായിരുന്നു. അപ്പൊ നമ്മള് മേടിച്ചത് നമ്മള് കഷ്ടപ്പെട്ട് കാട്ടിന്ന് പറിച്ചെടുത്ത കുറച്ച് നേരം പറിച്ചല്ലോ. അപ്പനും മോനും കൂടി പറിച്ചെടുത്ത ബെറി ആട്ടെ ഈ കാണുന്നേ. ഇത്രയും സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ബ്ലൂബെറി കിടപ്പുണ്ടല്ലോ. കുറച്ച് ബ്ലൂബെറീസ് കേറി വന്നിട്ടുണ്ടല്ലേ. ഉണ്ടാക്കണേ. ഇതുകൊണ്ട് ഇനി നമ്മള് നമ്മുടെ വിശേഷപ്പെട്ട ഫിനിഷ് ഡെസേർട്ട് ഉണ്ടാക്കാൻ പോവാം. പക്ഷെ ബെറി നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ അകത്തുള്ള ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് കയറി വന്നിട്ടുണ്ടല്ലോ. ഇലയും കരിയിലയൊക്കെ അതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. പിള്ളേർക്ക് ഇത് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് പറിക്കാൻ വേണ്ടി മെനക്കെട്ടില്ല. ഇതിന്റെ ബ്ലൂബെറിയെക്കാളും ഒരു കുറച്ചുകൂടെ കട്ടിയുണ്ട് കേട്ടോ ഈ ലിങ്കൺ ബെറിക്ക്. ഉണ്ടോ? ഇത് ബ്ലൂബെറി പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും നല്ല ഇതിന്റെ തെങ്ങാണ്ട് എവിടെയോ ഒരു ബ്ലൂബെറി ഞാൻ കണ്ടായിരുന്നു. ബ്ലൂബെറിക്ക് ശരിക്കും പറയാൻ നല്ല ബ്ലൂ കളർ അല്ലേ? നല്ല പർപ്പിൾ കളർ. അത് പൊട്ടുമ്പോ തന്നെ നല്ല പർപ്പിൾ കളർ വരുവേ. ബ്ലൂബെറി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഇത് പൊട്ടിക്കുമ്പം ഒരു ചെറിയൊരു റോസ് ഷെയ്ഡിലുള്ള ഇത്രയേ ഉള്ളൂ. കണ്ടോ ബ്ലൂബെറിയുടെ കളർ സ്റ്റെയിൻ ഇറങ്ങുന്നുണ്ടോ? കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഇതില്ല കേട്ടോ. ഇത്രയും കളർ ഇല്ല കടയിൽ നിന്ന്. ഓക്കെ. അപ്പൊ ഇത് നമ്മളിനി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഡെസേർട്ട് നമുക്ക് നാളെ ഉണ്ടാക്കാം കേട്ടോ. ഇന്നിപ്പം ഇത്രയും ലേറ്റ് ആയി. ഇനിയിപ്പോൾ ഇവരെ കുളിപ്പിക്കണം, നമുക്കൊരു ചെറിയ ചായ കുടിക്കണം, എന്നിട്ട് എന്താണ് ഡിന്നറും കഴിച്ച് പിന്നെ അവരുടെ ഹോംവർക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് ഇത്രയാണ് നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി ടൈമുള്ളൂ അല്ലേ? ആക്ച്വലി അധികം സമയം കിട്ടിയില്ലായിരുന്നു. കുറച്ച് ഇപ്പൊ സമയം 5:30. 6:30 കഴിഞ്ഞല്ലേ? അപ്പൊ നമുക്ക് സമയം ഒട്ടുമില്ല. നാളെ സ്കൂളുള്ള ദിവസമല്ലേ. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പൊ ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.